Dear students, നമുക്ക് മോഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂൾ 4ൽ പഠിക്കാനുള്ളത് അഡ്രസ്സിംഗ് മോഡ്സ്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ആൻഡ് ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് നോക്കാം. 8085 പറഞ്ഞപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ അഡ്രസ്സിംഗ് മോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ 8051ലും ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കുന്നതിന് മുമ്പ് അഡ്രസ്സിംഗ് മോഡ്സ് അറിഞ്ഞിരിക്കണം. 1 byte, 2 byte ആൻഡ് 3 byte ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. 90%ഉം 1 byte ആൻഡ് 2 byte ഇൻസ്ട്രക്ഷൻസ് ആണ്. വളരെ കുറച്ച് 3 byte ഇൻസ്ട്രക്ഷൻസും 8051 ഉണ്ട്. അപ്പോൾ 6 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. സെക്കൻഡ് വൺ ഈസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. തേർഡ് വൺ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഫോർത്ത് വൺ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഫിഫ്ത്ത് വൺ indexed addressing mode, and the last one implied addressing mode. First one, immediate addressing mode നോക്കാം. So in this addressing mode, data is specified in the instruction itself. ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ ഇമ്മീഡിയറ്റ് ഡേറ്റ ഉണ്ടായിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മൂവ് A,#30 പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഹാഷ് സിമ്പിൾ കൊടുക്കുന്നത് ഇമ്മീഡിയറ്റ് ഡേറ്റ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാഷ് സിമ്പിൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് അഡ്രസ്. സോ ഹിയർ #30 ഇമ്മീഡിയറ്റ് 8-bit ഡേറ്റയാണ്. മീനിങ് ഇതാണ്, ദ 30 വിൽ ബി മൂവ് ടു ദ അക്യുമുലേറ്റർ രജിസ്റ്റർ. ദെൻ അനദർ എക്സാമ്പിൾ ഈസ് മൂവ് R3, #45. ഇപ്പോൾ #45 ഇമ്മീഡിയറ്റ് ഡേറ്റ ആയിട്ട് എടുക്കും. മീനിങ് ഇതാണ്, 45 will be moved to the register R3. Then another example, move DPTR, #FE00 നമുക്കറിയാം DPTR എന്ന് പറയുന്ന ഡേറ്റ പോയിൻ്റ് 16-bit രജിസ്റ്റർ ആണ്. അവിടെ തന്നിരിക്കുന്ന ഇമ്മീഡിയറ്റ് ഡേറ്റ എന്ന് പറയുന്നത് 16-bit ആണ്. ദാറ്റ് 16-bit FE00 that will be loaded to the DPTR register. Okay. Next is register addressing mode. In this register addressing mode, the source or destination data should be present in a general purpose register, that is from R0 to R7. Source അല്ലെങ്കിൽ destination one of the general purpose register ആയിരിക്കണം, അതായത് R0 to R7 ആയിരിക്കണം. എൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മൂവ് A,R5. ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് R5 ആണ്. അതിൻ്റെ മീനിങ് ഇതാണ്, കണ്ടൻറ്റ് ഓഫ് R5 വിൽ ബി ലോഡഡ് ടു ദ അക്യുമുലേറ്റർ രജിസ്റ്റർ. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. മൂവ് R0, അവിടെ സോഴ്സ് എന്ന് പറഞ്ഞ അക്യുമുലേറ്റർ ആണ്. ദെൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് R0 ആണ്. മീനിങ് ഇതാണ്, കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ വിൽ ബി മൂവ് ടു ദ രജിസ്റ്റർ R0. ഓക്കെ. Next one is direct addressing mode. In direct addressing mode, the source or destination address is directly specified in the instruction itself. So here, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡേറ്റ മെമ്മറിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മൂവ് 80 R6. അവിടെ 80 എന്ന് പറയുന്നത് അഡ്രസ്സാണ്. ഓക്കെ. അപ്പോൾ 80 എന്ന് പറയുന്നത് പോർട്ട് 0യുടെ അഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്, കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ R6 വിൽ ബി മൂവ് ടു ദ പോർട്ട് 0. അവിടെ പോർട്ട് 0 എന്ന് പറയുന്നത് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് 80. ഫോർ എക്സാമ്പിൾ, R6 രജിസ്റ്ററിൽ 20 എന്ന് പറയുന്ന ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദ 20 വിൽ ബി പാസ് ടു ദ പോർട്ട് 0. അനദർ എക്സാമ്പിൾ ഈസ് മൂവ് R2, 45. അപ്പോൾ 45 എന്ന് പറയുന്നത് അഡ്രസ്സാണ്. മൂവ് R2, #45 എന്ന് കൊടുത്തിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡേറ്റ. ഇവിടെ മൂവ് R2, 45 എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ 45 എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡേറ്റ മെമ്മറി ലൊക്കേഷനാണ്. അതിൻ്റെ മീനിങ് ഇതാണ്, കണ്ടൻറ്റ് ഓഫ് അഡ്രസ് 45 വിൽ ബി മൂവ് ടു ദ രജിസ്റ്റർ R2. 45 അല്ല മൂവ് ചെയ്യുന്നത്, 45 എന്ന് പറയുന്നത് അഡ്രസ്സായിട്ട് ട്രീറ്റ് ചെയ്യും.
ആ അഡ്രസ്സ് പോയിൻ്റ് ചെയ്യുന്ന ഡേറ്റ, ആ അഡ്രസ്സിനകത്തുള്ള ഡേറ്റ വിൽ ബി മൂവ് ടു ദ രജിസ്റ്റർ R2. ഓക്കെ. നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഈസ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഈ ഒരു അഡ്രസ്സിംഗ് മോഡിൽ അഡ്രസ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ടല്ല സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദ അഡ്രസ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു രജിസ്റ്ററിലായിരിക്കും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്രസ് ഇൻറ്റേർണൽ അഡ്രസ്സ് ആകാം, എക്സ്റ്റേണൽ അഡ്രസ്സ് ആകാം. 8-bit അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ R0 ആൻഡ് R1 വരുന്നത്. 16-bit അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ DPTR രജിസ്റ്ററിലായിരിക്കും. എനിവേ നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് മൂവ് E5 hex, @R0. അവിടെ അറ്റ് എന്ന് പറയുന്ന സിമ്പിൾ കണ്ടോ? അതിൻ്റെ മീനിങ് ഇതാണ്, ഇതൊരു ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിളാണ്. അപ്പോൾ R0യുടെ അകത്തുള്ളത് ഒരു ഡേറ്റയല്ല, ഒരു അഡ്രസ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് @R0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സോഴ്സ് അഡ്രസ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ രജിസ്റ്റർ R0. ഓക്കെ, എപ്പോഴും ഡേറ്റ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്, അഡ്രസ്സിനകത്തുള്ള ഡേറ്റയാണ് പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ R0യിലാണ് അഡ്രസ്സ് ഉള്ളത്, ആ ഒരു അഡ്രസ്സിനകത്ത് ഡേറ്റ ഉണ്ടാകും. ദാറ്റ് ഡേറ്റ വിൽ ബി മൂവ് ടു ദ അഡ്രസ് E5. ഒന്നുകൂടി പറയാം, ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സപ്പോസ് R0യുടെ വാല്യൂ 45 hex. ഓക്കെ, ദെൻ 45 എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്, ആ ഒരു അഡ്രസ്സിനകത്തുള്ള ഡേറ്റയാണ് 30. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ R0യുടെ അകത്തുള്ളത് അഡ്രസ്സായിട്ട് ട്രീറ്റ് ചെയ്യും, ബിക്കോസ് @R0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ R0യുടെ അകത്തുള്ളത് 45 ആണ്. 45 വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അഡ്രസ്. ആ ഒരു അഡ്രസ്സിനകത്തുള്ള ഡേറ്റ ദാറ്റ് ഈസ് 30 വിൽ ബി മൂവ് ടു ദ ഡെസ്റ്റിനേഷൻ. ഇവിടെ ഡെസ്റ്റിനേഷൻ എന്താണ്? അനദർ അഡ്രസ് E5. സോ 30 വിൽ ബി മൂവ് ടു ദ അഡ്രസ് ലൊക്കേഷൻ E5. E5 അഡ്രസ്സിനകത്ത് 30 വരും. നമുക്ക് ഇങ്ങനെ എഴുതാം, ഹിയർ ഇറ്റ് ഈസ് കണ്ടൻറ്റ് ഓഫ് R0 വിൽ ബി മൂവ് ടു ദ അഡ്രസ് ലൊക്കേഷൻ E5. അവിടെ കണ്ടൻറ്റ് ഓഫ് R0 പറഞ്ഞത് R0യുടെ അകത്തുള്ളത് അഡ്രസ്സാണ്, ആ ഒരു അഡ്രസ്സിനകത്തുള്ള ഡേറ്റ. അതുകൊണ്ടാണ് ഡബിൾ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചത്. കണ്ടൻറ്റ് ഓഫ് R0 വിൽ ബി മൂവ് ടു ദ ഡെസ്റ്റിനേഷൻ അഡ്രസ്. ആ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സിനകത്താണ് ഡേറ്റ പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അനദർ ഇൻസ്ട്രക്ഷൻ ഈസ് മൂവ് @R1, 80 hex. ഇവിടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീവിയസ് എക്സാമ്പിളിൽ സോഴ്സ് അഡ്രസ്സാണ് ഇൻഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് ഇതാണ്, 80 എന്ന് പറഞ്ഞ അഡ്രസ്സാണ്, ആ ഒരു അഡ്രസ്സിനകത്തുള്ള ഡേറ്റ വിൽ ബി മൂവ് ടു ദ അഡ്രസ് സ്പെസിഫൈഡ് ബൈ ദ രജിസ്റ്റർ R1. നമുക്ക് ഇങ്ങനെ എഴുതാം, കണ്ടൻറ്റ് ഓഫ് 80 hex, ബിക്കോസ് 80 ഈസ് ആൻ അഡ്രസ്, ആ അഡ്രസ്സിനകത്തുള്ള ഡേറ്റ കണ്ടൻറ്റ് ഓഫ് 80 hex വിൽ ബി മൂവ് ടു ദ കണ്ടൻറ്റ് ഓഫ് R1. ബിക്കോസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു രജിസ്റ്ററിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. R1 വിൽ ഹാവ് ദ ഡെസ്റ്റിനേഷൻ അഡ്രസ്, ആ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സിനകത്താണ് ഡേറ്റ മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഇൻസ്ട്രക്ഷൻസിലും അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് രണ്ട് രജിസ്റ്റേഴ്സിൽ പറയാം, R0 ആൻഡ് R1. 8-bit അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ, 16-bit അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് DPTR. ഓക്കെ, ദെൻ അനദർ ഇൻസ്ട്രക്ഷൻ നോക്കാം, മൂവ് X, A, @R1. ഇവിടെ മൂവ് X എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണൽ മെമ്മറി എന്നാണ്. എക്സ്റ്റേണൽ മെമ്മറി റിലേറ്റഡ് മൂവ്മെൻറ്റിനാണ് മൂവ് X ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ മൂവ് ഇൻസ്ട്രക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇതാണ്, ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ മൂവ് ചെയ്യാനാണ് അത്തരം ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. മൂവ് X കണ്ടു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി മൂവ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന മൂവ് X, A, @R1 മീനിങ് ഇതാണ്, അവിടെ സോഴ്സ് അഡ്രസ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു രജിസ്റ്ററിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ R1 ആണ്. ദാറ്റ് ഈസ് കണ്ടൻറ്റ് ഓഫ് R1
will be moved to the accumulator register. Then another example, move x at dptr comma a. Meaning idana content of accumulator will be loaded to the address specified by dptr. Content of accumulator moved to the content of dptr. Okay. Next addressing mode is indexed addressing mode. Here the source memory can only be accessed from the program memory. The destination operand is always the accumulator register. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നമുക്ക് ക്ലിയർ ആകും. The example is move c a comma at the rate a plus pc. ഇവിടെ പി സി എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടറാണ്. ഇതൊരു 16-bit രജിസ്റ്റർ ആണ്. അവിടെ സി ഡിനോട്ട്സ്, മൂവ് സിയിലെ സി ഡിനോട്ട്സ് കോഡ് ബൈറ്റ്. കൺസിഡർ എയുടെ വാല്യൂ 30 ഹെക്സ്, പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ 1125. അവിടെ അറ്റ് ദ റേറ്റ് എ പ്ലസ് പി സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ പ്ലസ് പി സി, ദാറ്റ് ഇസ് എ കണ്ടൻറ് ഓഫ് പ്രോഗ്രാം മെമ്മറി, ദാറ്റ് ഇസ് 30 ഹെക്സ് പ്ലസ് 1125, ദാറ്റ് ഇസ് 1155. അപ്പോൾ പ്രോഗ്രാം മെമ്മറി ലൊക്കേഷൻ 1155 ആണ്. ദെൻ അതിനകത്തുള്ള കണ്ടൻറ്, ദാറ്റ് ഇസ് കണ്ടൻറ് ഓഫ് 1155 will be loaded to the accumulator. The last addressing mode is implied addressing mode. There will be single operand and this instruction work on specific registers only. This is also known as a register specific instructions. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. RLA meaning ഇതാണ് rotate accumulator to left. Then another one is swap A. അവിടെ നിബിൾസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണ് സ്വാപ്പ് എ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ നിബിളും ഹയർ നിബിളും സ്വാപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അഡ്രസ്സിംഗ് മോഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ളത്. യൂണിവേഴ്സിറ്റിക്ക് എഴുതുമ്പോൾ ഓരോ അഡ്രസ്സിംഗ് മോഡിനും 2 or 3 എക്സാമ്പിൾസ് കൂടി എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം.